നമ്മൾ എത്തിയിരിക്കുന്നത് കോട്ടോർ എന്ന് പറയുന്ന ഒരു ബേ നഗരത്തിലാണ്. സമുദ്രവുമായി ബന്ധപ്പെട്ട ഒരു അടിപൊളി വിനോദസഞ്ചാര കേന്ദ്രമാണ് കോട്ടോർ എന്ന് പറയുന്നത്. വിനോദസഞ്ചാരത്തിൻ്റെ അതിൻ്റെ മാക്സിമത്തിലാണ് ഈ ഒരു സ്ഥലത്തുള്ളത്. കോട്ടോർ ഉൾക്കടലിൻ്റെ ആഴൊഴിഞ്ഞ ഭാഗത്താണ് ഈ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യൻ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരുപാട് കോട്ടകളാൽ ചുറ്റപ്പെട്ട ഒരു നഗരം കൂടിയാണ് കോട്ടോർ. വെനീഷ്യൻ കോട്ടയാണ് നമ്മൾ ഈ കാണുന്നത്. 4.5 കിലോമീറ്ററോളം ഈ ഒരു സിറ്റിയിൽ ഈ ഒരു കോട്ട മതിലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. വളരെ മനോഹരമാണ് ഈ മലയുടെ കീഴിലായിട്ട് ഈ ഒരു കോട്ടയും വെനീഷ്യൻ കോട്ടയും അതുമായി ബന്ധപ്പെട്ട ഒരു തുറമുഖവും എല്ലാം കൂടിയായിട്ട് വളരെ ഭംഗിയായിട്ടുണ്ട്. ഇതൊക്കെ കടലിലെ വെള്ളം ഇങ്ങോട്ട് കയറി കിടക്കുന്നതാണ്. കാരണം ഈ ഒരു ഭാഗത്ത് ഫുള്ള് കടലാണ്. ഇതിനെ നമ്മൾ ഒരു ഫ്യോർഡായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. പലരും അങ്ങനെ പറയുന്നുമുണ്ട്. യൂറോപ്പിലുള്ള ഒരു ഫ്യോർഡ് ഉള്ളത് മോണ്ടിനീഗ്രോയിലാണെന്ന്. പക്ഷേ ഇത് ഫ്യോർഡല്ല, ഇത് കടൽ തന്നെയാണ്. ഉള്ളോട്ട് കയറി കിടക്കുന്ന ബേ ആണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. ചുറ്റിലും മലകളാണ്. മലകൾക്ക് മുകളിലോട്ട് സിറ്റി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് നമുക്ക് കാണാം. നമുക്കിവിടെ സൈക്കിൾ എടുത്ത് കറങ്ങാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. 2 മണിക്കൂർ ഫ്രീ ആണ്. സൈക്കിൾ ഇവിടെ അവൈലബിൾ ആണ്. ഇലക്ട്രിക്കാണ് സൈക്കിള്. ഇതെടുത്തിട്ട് നമുക്കിവിടെ കറങ്ങാം. നമ്മൾ ഒറ്റയ്ക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്വസ്ഥമായിട്ട് കറങ്ങാനുള്ളൊരു ഏരിയ ഉണ്ട്. നമുക്ക് ഈ ഒരു മലമുകളിലേക്ക് നോക്കിയാൽ കാണാം, അവിടെയൊക്കെ ഈ കോട്ട മതിലുകൾ, വെനീഷ്യൻ കോട്ട മതിലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ടൂറിസം അതിൻ്റെ പരമാവധി സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. വിവിധ രാജ്യക്കാർ, വിവിധ ഭാഷക്കാർ, വിവിധ ദേശക്കാർ എല്ലാവരുമുണ്ട് ഇവിടെ സന്ദർശിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഇതിലൊരു കോട്ടയ്ക്ക് ഉള്ളിലേക്കായിട്ട് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഇതാണ് പഴയകാല സിറ്റി. 1555 ഇതിൻ്റെ നിർമ്മാണം. അതിൻ്റെ മെയിൻ ഗേറ്റിലൂടെ നമ്മൾ ഉള്ളോട്ട് കടക്കാൻ പോവുകയാണ്. പൂർണ്ണമായും കല്ലുകളാൽ തയ്യാറാക്കിയ വെനീഷ്യൻ ആർക്കിടെക്ചർ തന്നെയാണ് ഇവിടെ. 1602 നിർമ്മിച്ച അതിമനോഹരമായിട്ടുള്ളൊരു ക്ലോക്ക് ടവർ നമുക്കിവിടെ കാണാം. അതിപുരാതനമായിട്ടുള്ള നഗരം. നൂറ്റാണ്ടുകൾക്ക് മുന്നിൽ നിർമ്മിച്ച അതിമനോഹരമായിട്ടുള്ള നഗരം. റെസ്റ്റോറൻറ്റുകൾക്ക് ഇവിടെയും യാതൊരു പഞ്ഞവുമില്ല. സഞ്ചാരികൾക്ക് വേണ്ടതെല്ലാം ഒരുക്കിക്കൊണ്ട് നഗരം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മതിലിന് മുകളിലൂടെ നമുക്ക് നടക്കാനൊക്കെ ഉള്ള സംവിധാനമുണ്ട്. പക്ഷെ നല്ല വെയിലാണ്. ചൂടില്ലെങ്കിലും വെയിലത്ത് നല്ല ചൂടുണ്ട്. തണലത്തൊക്കെ നടക്കാൻ നല്ല സുഖമാണ്, നല്ല തണുപ്പാണ്. ആയിരത്തി 1166 നിർമ്മിച്ച ആ ഒരു കെട്ടിടത്തിൻ്റെ പുനർനിർമ്മാണം ഇവിടെ 2016 നടന്നു. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള നഗരം കണ്ടുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ ലക്ഷ്യം എന്താ വെച്ചാൽ ഇവിടെ ഒരു ലോക്കൽ മാർക്കറ്റ് ഉണ്ട്. ആ ലോക്കൽ മാർക്കറ്റ് ഒന്ന് കാണണം. ഒരുപാട് ഇതൊക്കെ ഒറിജിനൽ ഫ്ലവേഴ്സാണ്, പ്ലാസ്റ്റിക് ഒന്നുമല്ല. വളരെ ഭംഗിയുണ്ട്. നമ്മൾ ഈ ലോക്കൽ മാർക്കറ്റിലേക്ക് കയറുകയാണ്. ഈ ലോക്കൽ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മോണ്ടിനീഗ്രോയിലെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ അവരുടെ വീട്ടിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ളൊരു മാർക്കറ്റാണിത്. എല്ലാവിധ ഫ്രൂട്ട്സും, ഡ്രൈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, എല്ലാവിധ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്.
തികച്ചും സാധാരണക്കാരായ മൊണ്ടിനീഗ്രോ ആളുകൾ അവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയാണ്. എല്ലാം നല്ല പഴങ്ങളും പച്ചക്കറികളും ജാമുകളും സ്ക്വാഷുകളും. ഈ തക്കാളിയൊക്കെ നോക്കുക, തക്കാളിയുടെയൊക്കെ വലിപ്പം. നല്ല ബിസിയാണ് മാർക്കറ്റ്. എല്ലാ ശനിയാഴ്ചയുമാണ് ഇവിടെ ഈ മാർക്കറ്റ് പ്രവർത്തിക്കുക. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നമുക്കത് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി. നല്ല ഉപ്പിലിട്ട ഒലീവുകളാണ്. ഹായ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള പഴങ്ങൾ. നല്ല സ്ട്രോബെറീസ് കാണാം നമുക്ക്. സ്ട്രോബെറീസ്, വലിയ തക്കാളി, പിന്നെ ചെറിയ തക്കാളി, ക്യാപ്സിക്കൊക്കെ നോക്കുക. എന്ത് ഭംഗിയാണ് കാണാൻ. മെഴുകിലുണ്ടാക്കിയ പോലെ ഉണ്ട്. സീഡ്സുകൾ, ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഈ ലോക്കൽ മാർക്കറ്റിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. വിലയ്ക്കൊന്നും വലിയ കുറവൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഏകദേശം അതേ വില തന്നെയാണ്. 1 കിലോ ആപ്പിളിന് 2 യൂറോ ആണ് വരുന്നത്. ഏകദേശം 190 രൂപയോളമായി. ഉള്ളിക്ക് 2.5 യൂറോ ആണ്. കാരണം ഇവിടെയുള്ള കറൻസിയെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം ലാഭമായിരിക്കും. പക്ഷെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കിതിൻ്റെ വില കൂടുതലായിട്ട് തോന്നുന്നത്. ഒക്കെ ഇവിടുത്തെ തദ്ദേശീയരായ ആളുകളാണ്. സിറ്റിയുടെ മറ്റൊരു ഭാഗത്തേക്ക് എത്തി. ഇവിടെ എല്ലാ സ്ഥലത്തും ഈ കോട്ടമതിലുകൾ തന്നെയാണ്. ഇനി കുറച്ച് ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാർക്കറ്റിലെ മറ്റൊരു ഭാഗങ്ങളൊക്കെ കാണാം. ഉണക്ക ഇറച്ചികൾ, സുഗന്ധദ്രവ്യങ്ങൾ, അതുപോലെ തന്നെ സ്പൈസസിൻ്റെ പല കളക്ഷൻസ്, ഫിഷ്, ഉണക്ക ഇറച്ചിയാണ് ഈ കാണുന്നതൊക്കെ. ഒക്കെ ഫിഷിൻ്റെ ഒരു ഐറ്റം ഏരിയ ആണ്. അതുപോലെ ചീസ്, വീട്ടിലുണ്ടാക്കിയ ചീസുകളാണ് ഇതെല്ലാം. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അമ്മാമ നിന്നിട്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫിഷുകളാണ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത്. ഇതിൽ ചെമ്മീൻ മാത്രമേ നമുക്ക് പരിചയമുള്ളതുള്ളൂ. ബാക്കിയെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് ആണ്. ഇതൊരു ഭീകരനായിട്ടുള്ളൊരു ഫിഷാണല്ലോ. കൂന്തലുണ്ട്, ഉണക്ക മീനുകൾ. ഓ, താങ്ക് യു. ദിസ് ഇസ് ഡിഫറെൻറ്റ് ടൈപ്പ്. ഡിഫറെൻറ്റ് ടൈപ്സ്. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമുക്ക് ചീസൊക്കെ തന്നിരിക്കുകയാണ് ഒരു ടേസ്റ്റ് ചെയ്യുന്നതിനായിട്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ്റെതും അതുപോലെ തന്നെ മിൽക്കിൻ്റെതും ഒക്കെ ആയിട്ടുള്ള ചീസുകളുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ്. ഉണക്കയിറച്ചി ഇവിടുത്തെ ഫേവറേറ്റ് സംഭവമാണെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ തന്നിരിക്കുന്ന ഐറ്റത്തിൽ ഉണക്കയിറച്ചിയാണ്. കടിച്ചു നോക്കിയപ്പോൾ ഉണക്കയിറച്ചി ഇട്ട ചീസാണ്. യൂറോപ്യൻസിൻ്റെ ഭക്ഷണത്തിലെ മെയിൻ ഐറ്റമാണ് ചീസ്. ഇലകളൊക്കെ ഉണ്ട്. ഉണക്ക ഐറ്റംസാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്രീമുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ഐറ്റം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മെഴുകുതിരികളാണ്. കാൻഡിൽസ്. ഓക്കെ, ബൈ. മെഴുകുതിരികൾ വിൽക്കുന്ന അമ്മാമ കയ്യൊക്കെ കാണിച്ചു. ഫ്ലവേഴ്സിൻ്റെ ഒരു ഏരിയ ആണ്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട്, മൊണ്ടിനീഗ്രോയിലെ ജീവിത കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്.
ഇത്രയേറെ സഞ്ചാരികൾ വന്നിട്ടും എല്ലാ ഭാഗവും വളരെ ക്ലീനായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ റോഡിൻ്റെ അക്കരെ മറീനയിലേക്ക് ഒന്ന് നടന്നാലെന്ന് തോന്നി. അങ്ങനെ അങ്ങോട്ട് നടക്കുകയാണ് മറീനയിലേക്ക്. ഇവിടെ എല്ലാം ബോട്ട് ക്രൂസിംഗ് ആണുള്ളത്. പല ഏജൻറ്റുമാരും അതിൻ്റെ ബോട്ടിൻ്റെ ഫ്ലാഗൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്, ബ്രോഷറൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബായിലൂടെ ഒരു സഞ്ചാരം നടത്താവുന്നതാണ്. കോടിക്കണക്കിന് വില വരുന്ന വലിയൊരു ബോട്ട് ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ടൂറുകളുണ്ട്. ബ്ലൂ കേവ് എന്ന് പറയുന്നൊരു കേവ് ഉണ്ട്. ആ കേവിനകത്തേക്ക് നമുക്ക് ടൂർ നടത്താം. അതിനുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 35 യൂറോ ആണ് നമുക്ക് ബ്ലൂ കേവിലേക്കുള്ള ടൂറിന് വരുന്ന കോസ്റ്റ്. ലേഡി ഓഫ് ദ റോക്സ് ഒക്കെ നമ്മൾ വരുമ്പോൾ മുകളിൽ നിന്ന് കണ്ട ഭാഗങ്ങളാണ്. വലിയൊരു ഉല്ലാസ ബോട്ട് പോകുന്നുണ്ട് സഞ്ചാരികളൊക്കെ ആയിട്ട്. മോണ്ടിനീഗ്രോ എന്നത് മൗണ്ടനുകളുടെ ഒരു നഗരമാണെന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും മുകളിലുള്ള കോട്ട മതിലുകൾ. ബോട്ടിൽ ടിക്കറ്റ് എടുത്ത സഞ്ചാരികളാണ് ഇവിടെ നിന്നിട്ട് ബോട്ടിൽ കയറാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നത്. അതിവിശാലമായിട്ടുള്ളൊരു ഏരിയ. ഇപ്പോൾ ബോട്ടിലൊരു ട്രിപ്പ് കഴിഞ്ഞ് വന്ന സഞ്ചാരികളാണ് ഇപ്പോൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുതിയ കുറേ ആളുകൾ ബോട്ടിലേക്ക് കയറാൻ അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല റഷാണ്. ബോട്ടിൽ കയറാനും ഇറങ്ങാനുമുള്ള സഞ്ചാരികളുടെ തിരക്ക്. ശരിക്കും ഈ ഒരു ബോട്ടിലൊരു യാത്ര വേണം. നമ്മുടെ പാക്കേജിൽ അത് ഉൾപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ഈ ബോട്ടിലൊരു യാത്ര ഉണ്ടെങ്കിൽ അത് വളരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് കോട്ടോർ എന്ന് പറയുന്ന ഈ മോണ്ടിനീഗ്രോ നഗരം വളരെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു അനുഭവമായിരുന്നു തന്നെ. പഴയ സിറ്റി നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര രസമാണ് ഇതിലേക്ക് നടക്കാൻ. ഇനി ഒരു ആഗ്രഹം എന്ന് പറയുന്നത് US പോയിട്ടുണ്ടെങ്കിലും ഇനി ആ മയാമിയിലൊന്ന് യാത്ര ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. മയാമിയിലേക്ക് അവിടെ ഒരു ബോട്ട് ക്രൂസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. അതെന്തായാലും നെക്സ്റ്റ് ഇയർ അങ്ങനെ ഒരു പരിപാടി, ഏതായാലും കാനഡ പോകാനുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇയർ അതിനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തണമെന്നാണ് ആഗ്രഹം. പാട്ടൊക്കെ വെച്ച് വരുന്ന ഒരു 2 വീലർ നമുക്ക് കാണാം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വണ്ടിയാണ്. BMW ബൈക്കാണ്, ടൂറർ. മാർക്കറ്റിൽ വമ്പൻ തിരക്കാണ്. അങ്ങനെ കോട്ടോർ എന്ന പ്രദേശത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കി. ഇനി നമ്മൾ സ്കോഡർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ നമുക്കൊരു ലേക്കിലൊരു ക്രൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കോഡറും അതുപോലെ തന്നെ ബാക്കടുത്തുള്ള ഒരു സിറ്റി തന്നെയാണ്. അതിലൂടെ നമുക്കൊരു ക്രൂസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് ഇനി അടുത്തുള്ള യാത്ര. നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് അൽബേനിയയുടെ ബോർഡറിലാണ് എത്തിയിരിക്കുന്നത്. ഏകദേശം അൽബേനിയ എത്താനായി. അതിന് മുമ്പായിട്ട് നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും ആസ്വദിക്കാനുണ്ട്. ഇതൊരു ഗ്രാമമാണ്, ഇതൊരു ഗ്രാമീണ ഏരിയയാണ്. നമ്മുടെ ഗൈഡ് ഈ ഭാഗത്തേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത്. മോണ്ടിനീഗ്രോയിലെ ഒരു ഗ്രാമം. ഇവിടെയും ബോട്ടിങ്ങും കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഗ്രൂപ്പ് ടൂർസ്, പ്രൈവറ്റ് ബോട്ട് ടൂർസ് ഒക്കെ നടക്കുന്നുണ്ട് ഈ ഏരിയയിൽ. ഈ ഭാഗം ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട്.
ഇവിടെ ബോട്ടിങ്ങിൻ്റെ ഒരു മെയിൻ സ്ഥലമാണ്. ഒരുപാട് ബോട്ടുകൾ നമുക്ക് കാണാം. അടുത്ത സൈഡിൽ ഒരുപാട് ബോട്ടുകൾ കാണാം. മുകളിലായിട്ട് വലിയൊരു ശില്പമുണ്ട്. തോക്കൊക്കെ പിടിച്ചുള്ള പടയാളികളാണ്. വലിയൊരു കെട്ടിടമുണ്ട് ഇതിന് സമീപത്തായിട്ട്.